പ്രിയമുള്ളവരെ, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നു അബ്ദുറഹീമിന്റെ മോചനം. വധശിക്ഷ കാത്തുകൊണ്ട് സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന് വധശിക്ഷയിൽ നിന്ന് മാത്രമല്ല ജയിലിൽ നിന്ന് തന്നെ മോചനം ലഭിക്കുകയാണ്. അബ്ദുറഹീമിന്റെ ഉമ്മയുടെ കണ്ണുനീരിന് ഫലമുണ്ടായിരിക്കുകയാണ്. ബോച്ചെ എന്ന മനുഷ്യസ്നേഹിയുടെ പ്രവർത്തനങ്ങൾക്ക് ഫലമുണ്ടായിരിക്കുകയാണ്. അതോടൊപ്പം എന്റെ മറവിലുള്ള അബ്ദുറഹീം എന്ന ഈ സഹോദരന് ജീവിതത്തിലേക്ക് നടന്നെടുക്കുവാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയിരിക്കുകയാണ്. ഈ വരുന്ന 16-ാം തീയതി 2 ദിവസം കഴിഞ്ഞാൽ തൂക്കിലേറ്റപ്പെടുമെന്ന് സുപ്രീം കൗൺസിൽ പോലും തള്ളിയ ദയാഹർജി തള്ളിക്കൊണ്ട് മരണം കാത്ത് ജയിലിൽ കഴിഞ്ഞിരുന്ന അബ്ദുറഹീമിന് മോചനമാണ് സാധ്യമായിരിക്കുന്നത്. പെരുന്നാൾ സംബന്ധമായിട്ടുള്ള ലീവിലാണ് സൗദി അറേബ്യയിൽ. ലീവ് കഴിഞ്ഞാൽ അബ്ദുറഹീം മോചിക്കപ്പെടുക തന്നെ ചെയ്യും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഇത് സംബന്ധമായിക്കൊണ്ട് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അബ്ദുറഹീമിന് ദിയാപണം നൽകിയാൽ മോചനം ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. 2.25 ലക്ഷത്തോളം ആളുകൾ കണ്ട ഒരു വീഡിയോ ആയിരുന്നു അത്. ഒരു യൂട്യൂബ് ചാനൽ എന്ന നിലയ്ക്ക് അബ്ദുറഹീമിന്റെ അത് സംബന്ധമായിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആയിരുന്നു എന്നുള്ളതാണ് എന്റെ അറിവ്. ഇനി ഇത് സംബന്ധമായിക്കൊണ്ട് ചില യാഥാർത്ഥ്യങ്ങൾ കൂടി പറയുക എന്നുള്ളതാണ്. ആദ്യം നമുക്ക് ഇതിനു വേണ്ടി പ്രവർത്തിച്ച ബോച്ചയെ സംബന്ധിച്ചുള്ള ഒരു പാട്ട് കേട്ടിട്ട് വരാം. നമ്മുടെ നാടിന്റെ മുത്താണ് ബോച്ചെ, ഉമ്മാന്റെ കണ്ണീര് കണ്ടൊരു ബോച്ചെ, നന്മ കുന്നോളമുള്ളൊരു ബോച്ചെ, ഇങ്ങള് നമ്മുടെ ചങ്കാണ് ബോച്ചെ. നമ്മുടെ നാടിന്റെ മുത്താണ് ബോച്ചെ, ഉമ്മാന്റെ കണ്ണീര് കണ്ടൊരു ബോച്ചെ, നന്മ കുന്നോളമുള്ളൊരു ബോച്ചെ, നിങ്ങൾ നമ്മുടെ ചങ്കാണ് ബോച്ചെ, ഇങ്ങള് നമ്മുടെ ചങ്കാണ് ബോച്ചെ. തീർച്ചയായിട്ടും നിങ്ങള് നമ്മളെ ചങ്കാണ് ബോച്ചെ എന്ന് പറഞ്ഞുകൊണ്ട് ബോച്ചയെ സംബന്ധിച്ചുകൊണ്ട് ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഷാല്ല അതും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെയ്യാം. ബോച്ചയെ ഒരുപാട് ട്രോൾ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോമിൽ ഇട്ടുകൊണ്ട് വളരെ മോശമായ രീതിയിൽ ട്രോൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ സമ്പന്നനായ ഒരു കോമാളി എന്ന നിലയിൽ പലരും കണ്ടിരുന്ന ബോബി ചെമ്മണ്ണൂർ എന്ന സ്നേഹസമ്പന്നനായ ആ മനുഷ്യനെ കുറിച്ച് ഏകദേശം 1 വർഷം മുമ്പ് 11 മാസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിലൂടെ നമ്മൾ ട്രോൾ ചെയ്തതിനൊക്കെ ക്ഷമാപണം പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നിവിടെ ബോച്ചെ ഫാൻസ് അസോസിയേഷന്റെ ആളുകള് ബോച്ചയെ സംബന്ധിച്ചൊരു പാട്ട് പാടിയപ്പോ അതില് അതിശയോക്തിയൊന്നുമില്ല. അത് ഓവറായിട്ട് ബോച്ചയെ പുകഴ്ത്തുകയാണെന്ന് തോന്നിയതുമില്ല. കാര്യം ബോച്ചെ എന്താണെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത്. ബോച്ചെ വേറൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബോച്ചെ അല്ലാതെ മറ്റു പലരും ഏറ്റെടുത്തതാണ്. ആ ഒരു വീഡിയോ കൂടി കണ്ടിട്ട് നമുക്ക് വരാം. എന്റെ അമ്മോ, എന്റെ അമ്മ ആദ്യമായിട്ടാണ് ഒരു ക്രിസ്ത്യാനി അല്ലാത്ത ആൾക്ക് 1 ലക്ഷം റുപ്യ സംഭാവന കൊടുക്കുന്നത്. കാലം പലതും മാറ്റിമറിക്കും. എന്റെ മുദ്രാവാക്യം അങ്ങക്ക് പറയാണ്ട് ഞങ്ങൾക്ക് വേറെ കുറെ നിങ്ങളെ കുറിച്ച് പറയാണ്ട്, അതുകൊണ്ട് ആ വീഡിയോ ഒഴിവാക്കുന്നു. കാലം ആളുകളെ മാറ്റിമറിക്കും എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാനുള്ളത്. ഇനി എന്റെ ബാക്കിൽ കാണുന്ന കേരള സ്റ്റോറി എന്നുള്ളത്, ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി, ദ റിയൽ കേരള സ്റ്റോറി എന്നുള്ളതാണ്. മതം അടിസ്ഥാനമാക്കിക്കൊണ്ട്, മതവിഭാഗങ്ങൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് വിദ്വേഷത്തിന്റെ കഥ പറയുന്ന ചില വിഷബീജങ്ങള്, വിഷലിപ്തങ്ങൾ ഈ കേരളത്തിന്റെ മണ്ണിലേക്ക് ഇടാൻ ശ്രമിക്കുമ്പോ, പരത്താൻ ശ്രമിക്കുമ്പോ അതിനിടയിൽ ഇതുപോലെയുള്ള യഥാർത്ഥ കേരള സ്റ്റോറികള് വന്നുകൊണ്ടിരിക്കുകയാണ്. ബോച്ചെ ഇതിന് ചെയ്തിട്ടുള്ള കാര്യം അത് വലുത് തന്നെയാണ്. അതിനെക്കുറിച്ച് ഒരു ചെറിയൊരു ആർട്ടിക്കിള് ഒന്ന് വായിക്കാം. വല്ലാത്തൊരു മനുഷ്യൻ. സഭകൾ കേരള സ്റ്റോറി എന്ന കരിമ്പൂതത്തെ തുറന്നു വിട്ടുകൊണ്ട് വർഗീയ വിഷം ചീറ്റാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തിന്റെ ഒരു ഇടയൻ സ്നേഹത്തിന്റെ കേരള സ്റ്റോറി രചിക്കുകയാണിവിടെ. മറ്റാർക്കും തിരുത്താനാവാത്ത, പകരമാവാൻ പറ്റാത്ത ഒരു മഹാസ്നേഹഗാഥ കേരളം കാണാനിരിക്കുന്നേയുള്ളൂ. സ്നേഹം, ദയ, കരുണ, ചേർത്ത് പിടിക്കൽ എല്ലാം ചേർന്നൊരു അഹങ്കാരമില്ലാത്ത ഒരു മഹാമനുഷ്യൻ. 34 കോടി മോചനദ്രവ്യം നൽകിയാൽ രക്ഷപ്പെടുത്താവുന്ന റഹീം എന്ന ചെറുപ്പക്കാരന്റെ രക്ഷക്കായി ബോച്ചെ എന്ന ബോബി ചെമ്മണ്ണൂർ നടത്തുന്ന ഈ ശ്രമം മഹത്തരമാണ്. അതും 1 കോടി രൂപ സ്വന്തമായി നൽകിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഈ ഇടപെടൽ എന്നതും ഏറെ പ്രശംസനീയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ആർട്ടിക്കിൾ നീണ്ടു പോകുന്നുണ്ട്.
മുഴുവനായിട്ട് വായിക്കാൻ പോകുന്നില്ല. എന്തായാലും അത് എഴുതിയ ആളുടെ പേരെനിക്കറിയില്ല. നല്ല രസകരമായ അർത്ഥവത്തായ വാക്കുകളിലൂടെ ആ ഒരു കാര്യം ഇവിടെ എഴുതിയ ആ സഹോദരന് 1000 അഭിനന്ദനങ്ങൾ. എല്ലാം മാറി മറിയുന്ന ഒരു ദിനം വരാനുണ്ട് നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ഇൻഷാ അല്ലാ എന്നുള്ളതാണ് ആ ഒരു എഴുത്തിന്റെ അവസാന രൂപം. ഓക്കെ, ഇവിടെ ഈ വീഡിയോ ചെയ്യുമ്പോൾ മറ്റു 1-2 കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട്. അബ്ദുറഹീം 18 വർഷത്തോളമായിട്ട് സൗദി ജയിലിലാണ്. അത് സംബന്ധമായിക്കൊണ്ട് പല കഥകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ക്രൂരനായ കൊലയാളിയൊന്നും അല്ല അബ്ദുറഹീം. അബ്ദുറഹീമിന്റെ കയ്യിൽ സംഭവിച്ച ഒരു ചെറിയ അബദ്ധം മാത്രമാണ്. നമ്മൾ നേരത്തെ വീഡിയോയില് അത് വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. അരയ്ക്ക് കീഴ്പോട്ട് തളർന്ന ഒരു അറബി ബാലനെ പരിചരിക്കുവാൻ വേണ്ടിയാണ് അബ്ദുറഹീം സൗദിയിലെത്തുന്നത്. ആ അറബി ബാലന്റെ പേര് അനസ് എന്നാണ്. എന്നാൽ അബദ്ധവശാൽ ഒരു മാസമോ മറ്റോ ആയ സമയത്ത് ബാക്കിലിരുന്ന ഈ അനസ് എന്ന് പറയുന്ന ചെറിയ ബാലൻ അവന്റെ അരക്ക് കീഴ്പോട്ട് തളർന്നിരിക്കുന്നുണ്ട്. അവൻ സിഗ്നൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അബ്ദുറഹീമിനോട് നിർബന്ധിക്കുകയാണ്, കുറെ സംസാരിക്കുകയാണ്. അബ്ദുറഹീം കൂട്ടാക്കാതിരുന്ന സാഹചര്യത്തിൽ ബാക്കിലിരുന്ന ഈ അറബി പയ്യൻ അബ്ദുറഹീമിന്റെ മുഖത്തേക്ക് തുപ്പുകയാണ്. ഇത് അബ്ദുറഹീമിൽ രോഷം ഉളവാക്കിയേക്കാം. അത് ഏതൊരാൾക്കും അങ്ങനെ തന്നെയാണ്. അബ്ദുറഹീം കൈകൊണ്ട് എന്തോ തടയുകയോ ആ കുഞ്ഞിന്റെ ദേഹത്ത് തട്ടുകയോ ചെയ്തതിന്റെ ഭാഗമായിക്കൊണ്ട് കുഞ്ഞ് അബോധാവസ്ഥയിലാവുകയാണ്. അല്പസമയത്തിനുള്ളിൽ കുഞ്ഞ് മരിച്ചു പോവുകയും ചെയ്യുകയാണ്. ഈ കുട്ടിയുടെ കഴുത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള ഒരു ചെറിയ യന്ത്രം വഴിയാണ് അതിന് ആഹാരങ്ങൾ നൽകിയിരുന്നതും മറ്റുമൊക്കെ. ഏതായാലും കുട്ടി മരിച്ചത് അറിഞ്ഞ് അബ്ദുറഹീം പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലേക്കോ അല്ലെങ്കിൽ കഫീലിന് വിളിക്കുവാനോ അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് എത്തിക്കുവാനോ ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് ഒരു സുഹൃത്തും ബന്ധുവുമായ മറ്റൊരാളെ വിളിക്കുകയാണ്. അവര് അതിൽ വരുത്തിയ ഡിലേ ആണ് ഇതിന്റെ ഗൗരവം കൂട്ടിയത് എന്നുള്ളതാണ്. ഏതായാലും അബ്ദുറഹീമിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് കൂടുതൽ അറബി അറിയാത്ത അബ്ദുറഹീം ചോദിച്ച ഉത്തരങ്ങൾക്കെല്ലാം എസ് എന്ന് പറഞ്ഞുകൊണ്ട് മറുപടി നൽകുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ വധശിക്ഷ വിധിക്കുകയാണ് ഉണ്ടായത്. അത് പിന്നീട് മേൽക്കോടതിയും സുപ്രീം കൗൺസിലും ഒക്കെ തള്ളിയതിന്റെ ഭാഗമായിക്കൊണ്ട് ഈ 16-ാം തീയതി തൂക്കിലേറ്റും എന്നുള്ള ആ ഒരു അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. ഇവിടെ കാടൻ നിയമം എന്നൊന്നും പറഞ്ഞ് ആക്ഷേപിക്കേണ്ടതില്ല. ഒന്ന്, മറ്റൊന്ന് നിരപരാധിയായിരുന്നു എന്നുള്ളത് അബദ്ധമാണെങ്കിൽ പോലും അബ്ദുറഹീമിന്റെ കൈകളാലായിരുന്നു ആ കുഞ്ഞിന്റെ മരണം സംഭവിച്ചത്. അതിന് മറ്റെന്തെങ്കിലും പോംവഴികൾ ഉണ്ടാകുന്നതിന് മുമ്പ് അവർ ചെയ്ത എന്തോ ഒരു കൃത്രിമത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ് ആ കേസ് ഒന്നുകൂടി സ്ട്രോങ് ആയത്. അപ്പോ കാടൻ നിയമം എന്നുള്ളത് അത് തെറ്റായ ഒരു പ്രയോഗമാണ് എന്ന് എല്ലാവരെയും അറിയിക്കുന്നുണ്ട്. പിന്നെ കാട്ടറബിയാണ് ഈ 34 കോടി കൊണ്ടുപോകുന്നത് എന്നുള്ളത്. അത് ഇസ്ലാമിക നിയമപ്രകാരം ഒരാൾ വധിക്കപ്പെട്ടാൽ ആ വധിക്കപ്പെട്ടവന്റെ കുടുംബം അവർക്ക് മാപ്പ് കൊടുത്താൽ ഒരു ശിക്ഷയുമില്ലാതെ രക്ഷപ്പെടാം. എന്നാൽ ഇവിടെ അതിനു വേണ്ടിയിട്ട് ആ മാപ്പ് നൽകുന്നതിന് വേണ്ടിയിട്ട് ബ്ലഡ് മണിയാണ് ചോദിക്കുന്നത്. മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആ കുടുംബം കരുതിയിട്ടുണ്ടാവും 1.5 കോടി റിയാലൊന്നും ഇവനെ കൊണ്ട് കൊടുക്കാൻ കഴിയില്ല എന്നുള്ളത്. പക്ഷെ അവന് സഹോദരന്മാരായിട്ട് സഹോദരിമാരായിട്ട് നാനാത്വത്തിൽ ഏകത്വം എന്ന പരിപാവനമായ സംസ്കാരത്തിന്റെ ഉറവിടമായ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ബഹുസ്വരതയുടെ ഏറ്റവും 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളം എന്ന ഈ മതേതര കേരളത്തിൽ നിന്ന് ഒരു കൂട്ടം ആളുകള് അവരുടെ പ്രയത്ന ഫലമായി കൊണ്ട് 1.5 കോടി റിയാൽ അവർക്ക് നൽകാൻ കഴിയുകയാണ്. അത് എംബസി വഴിയാണ് കൊടുക്കാൻ നിശ്ചയിച്ചിട്ടുള്ളതും. ഇവിടെ അബ്ദുറഹീം മോചിതനാവുമ്പോ അത് കാട്ടറബി കൊണ്ടുപോയി തിന്നുക എന്നുള്ളതല്ല. ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയില് അത് ഖലീഫ ഉമറിന്റെ കാലത്ത് നടന്ന ഒരു ചരിത്രം സംബന്ധിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇവിടെ പറയുവാനുള്ളത്, കാണിക്കുവാനുള്ളത്. അത് കാണുമ്പോ നിങ്ങൾക്ക് ആ ശരീഅത്ത് നിയമത്തിന്റെ മറ്റു കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പൊ കാട്ടറബി കൊണ്ടുപോയി തിന്നുക എന്നുള്ളത് അതും ഒരു ആക്ഷേപവാക്കാണ്. അതുപോലെ തന്നെ ആടുജീവിതം പോലെയുള്ള സിനിമ കണ്ടുകൊണ്ട് ഏതോ ഒറ്റപ്പെട്ട സംഭവത്തിന്റെ ഭാഗമായിക്കൊണ്ട് ആ ഒരു രൂപത്തിലുമല്ല ഇത് മനസ്സിലാക്കേണ്ടത്. കാടൻ നിയമങ്ങളൊന്നും അല്ല അവിടെ ഉള്ളത്. ഇത് എന്റെ സുഹൃത്ത് ഷെരീഫ് തൃക്കടീരിയാണ്. അദ്ദേഹം സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇതുപോലെ ആടുജീവിതം നയിച്ചിരുന്ന ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്തിയ അന്നത്തെ വന്ന റിപ്പോർട്ടാണിത്. അപ്പോ ഇതൊക്കെ കാലാകാലങ്ങളായിട്ട് നടക്കുന്നുണ്ട്. എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല. എല്ലാ ഉമ്മയുടെയും എല്ലാ ബാപ്പയുടെയും മക്കളൊക്കെ ഒരേപോലെ ആവില്ല, മാറിക്കൊണ്ടിരിക്കും.
മാറ്റമുള്ള സ്വഭാവത്തിന് ഉടമകളായിരിക്കും. അതിൽ ക്രൂരന്മാരുണ്ടാവുമായിരിക്കാം, നന്മയുള്ളവര്. ഇപ്പൊ ഈ 34 കോടി അബ്ദുറഹീമിന്റെ ജീവൻ രക്ഷിക്കുവാൻ നൽകിയ ഈ 34 കോടി നൽകിയതും ഇതുപോലെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും അച്ഛനും അമ്മയ്ക്കും ഒക്കെ ജനിച്ച മക്കൾ തന്നെയല്ലേ? അവരുടെ ഹൃദയത്തിലുള്ള ആ ഒരു നീരുറവ അത് കാരുണ്യത്തിൻ്റെതായതുകൊണ്ടല്ലേ ആ 34 കോടി രൂപ അവിടെ എത്തിയത്. ഇവിടെ ഇരിക്കുന്ന എന്റെ ഈ സൈഡിലുള്ള ഫോട്ടോയിലുള്ള ബോച്ചെ, ഈ ബോച്ചെ അവിടെ 1 കോടി രൂപ ഇട്ടുകൊണ്ടാണ് തുടങ്ങിയത്. ബോച്ചയുടെ അമ്മ 1 ലക്ഷം രൂപ കവറിലാക്കി കൊടുത്തത് നമ്മൾ കണ്ടതാണ്. ഏതായാലും അബ്ദുറഹീമിന്റെ മോചനം അത് സാധ്യമാകട്ടെ എന്നായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനിയും പറയുന്നു, മറ്റു തടസ്സങ്ങളൊന്നും ഇല്ലാതെ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഉമ്മയുടെ കണ്ണീര് തുടയ്ക്കുവാൻ വേണ്ടിയിട്ട് അബ്ദുറഹീം നാട്ടിലെത്തട്ടെ. ഫറോക്ക് കൊടമ്പുഴ സ്വദേശിയായ അബ്ദുറഹീമിന് കേരളത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോയുടെ ബോച്ചയെ കുറിച്ച് ചെയ്ത വീഡിയോയുടെ ചെറിയ ഭാഗവും അതുപോലെ തന്നെ അബ്ദുറഹീമിന് വേണ്ടി ചെയ്ത വീഡിയോയുടെ ചെറിയൊരു ഭാഗവും ഇതിന്റെ അവസാനത്തിൽ ചേർക്കുന്നുണ്ട്. എല്ലാവരും കാണുക. ഇതുപോലെയുള്ള കാര്യങ്ങള് നമ്മുടെ ചാനലിലൂടെ വീഡിയോകളായിട്ട് വരുമ്പോ ദയവ് ചെയ്തിട്ട് അത് മനുഷ്യന് ആർക്കെങ്കിലും ഉപകാരപ്രദമാകുന്ന വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് ഷെയർ ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുക. ഇത് കേരളത്തിന്റെ നന്മ വിളിച്ചോതുന്ന, കേരളത്തിലെ ചില മനുഷ്യരുടെ നന്മ തൊട്ടറിഞ്ഞുകൊണ്ടുള്ള വീഡിയോ ആണ്. ബോച്ചെ എന്ന് വിളിക്കുന്ന ബോബി ചെമ്മണ്ണൂരിന് 1000 അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുണ്ട്. പല ആളുകളും കൈയൊഴിയാൻ ശ്രമിച്ച സമയത്ത് 34 കോടിയോളം രൂപ എന്ന് പറയുന്ന ആ ബാലികേറ മൂലയിലേക്ക് നടന്നു കയറിയ ബോച്ചയും അതോടൊപ്പം പ്രവർത്തിച്ച KMCC ഉണ്ട്, SKSF ഉണ്ട്, അതുപോലെ തന്നെ മറ്റു പല സംഘടനകളുണ്ട്. അവർക്കെല്ലാം 1000 അഭിവാദ്യങ്ങൾ അറിയിക്കുന്നുണ്ട്, അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുണ്ട്. ഇതുപോലെ ഇനിയും നമ്മൾ ഒരുപാട് നന്മയുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കട്ടെ. അതോടൊപ്പം പറയുവാനുള്ളത്, ബോച്ചയുടെ സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ ബോച്ചെ ടീ വാങ്ങാൻ കഴിയുന്നവര്, അവരുടെ സ്ഥാപനത്തിൽ സന്ദർശിക്കാൻ കഴിയുന്നവര് അവരുടെ സ്ഥാപനത്തിൽ സന്ദർശിക്കുക. ഇതൊരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല, അവിടെ നിങ്ങൾ പോകണമെന്നും അല്ല പറയുന്നത്. നന്മയുള്ള ബോച്ചയുടെ നന്മയുള്ള ഹൃദയം കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള മനസ്സുണ്ടെങ്കിൽ ബോച്ചയുടെ സംരംഭങ്ങളിൽ പങ്കാളിയായിക്കൊണ്ട് അതിൽ ഒരു ഭാഗവാക്കായിക്കൊണ്ട് ബോച്ചയെ സഹായിക്കുവാൻ നമുക്കും നന്മയുള്ള മനസ്സുകൾ ഉണ്ടാവട്ടെ എന്നാണ് പറയുവാനുള്ളത്. അബ്ദുറഹീമിന്റെ ജീവൻ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് അത് കൈക്കൊമ്പിളിൽ വാരിയെടുത്തുകൊണ്ട് ആ ഉമ്മയുടെ മുൻപിലേക്ക് കൊണ്ടെത്തിക്കുവാൻ വേണ്ടിയിട്ട് പ്രയത്നിച്ച മുഴുവൻ മലയാളികൾക്കും ഹൃദയം തുറന്നുകൊണ്ടുള്ള അഭിനന്ദനങ്ങൾ 1000. 33 കോടി എന്ന് പറഞ്ഞാൽ ഭീമമായ ഒരു സംഖ്യയാണ്. എന്നാൽ മനുഷ്യസ്നേഹികളായ പ്രവാസികള്, മനുഷ്യസ്നേഹികളായ ഒരുപറ്റം ആളുകള് അവര് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അബ്ദുറഹീമിന് നാടണയുവാനും അതുപോലെ തന്നെ അബ്ദുറഹീമിന് വേണ്ടി കണ്ണീരോടെ കാത്തിരിക്കുന്ന കുടുംബത്തിനടുത്ത് എത്തുവാനും കഴിഞ്ഞേക്കാം എന്നുള്ളതാണ്. മുൻകൂട്ടി നമ്മൾ ഈ വിഷയം അറിയിച്ചു എന്ന് മാത്രം. ഈ ഒരു സാഹചര്യത്തിൽ അബ്ദുറഹീമിന്റെ മോചനത്തിന് വേണ്ടി നിസ്വാർത്ഥമായി പ്രയത്നിക്കുന്ന ആ ആളുകള് അവര് നിങ്ങൾക്ക് മുമ്പിൽ ഏതെങ്കിലും വിധത്തിൽ എത്തുകയാണെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്തു നൽകുക എന്ന ഒരു മെസ്സേജാണ് ഈ കൂട്ടത്തിൽ നൽകുവാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത് 33 കോടി എന്ന് പറഞ്ഞാല് 33 കോടിയിലധികം വരും 1.5 കോടി റിയാല്. അത് വലിയൊരു സംഖ്യയാണ്, ഭീമമായ ഒരു സംഖ്യയാണ്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ അതിന്റെ ഇരട്ടിയോ അല്ലെങ്കിൽ അതിന്റെ 100 ഇരട്ടിയോ നൽകിയാൽ ലഭിക്കാത്ത ഒരു കാര്യമുണ്ട്. സൗദി അറേബ്യയിലുള്ളത് ശരീഅത്ത് നിയമമാണ് എന്നുള്ളതാണ് നമുക്കറിയാവുന്നത്. അവിടെ പല്ലിന് പല്ല് കണ്ണിന് കണ്ണ് എന്നുള്ള നിലയ്ക്ക് ഈ യുവാവിന്റെ കയ്യിൽ വന്നു പോയ ഒരു അബദ്ധം, ഈ അബദ്ധം എന്നതിനപ്പുറമായിക്കൊണ്ട് തെറ്റി എന്ന് തന്നെ പറയാം. ഈ കുട്ടി മരണപ്പെട്ടപ്പോ അവിടെ എന്തോ ഒരു ചെറിയൊരു സംഭവം നടന്നിട്ടുണ്ട്. എന്തു തന്നെയായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു കഴിഞ്ഞു. ഇനി ആ ഒരു കുട്ടി, അവന് തലയ്ക്ക് കീഴ്പോട്ട് ചലനശേഷി ഇല്ലായിരുന്നു. എന്നാൽ മുഴുവൻ അവയവങ്ങളും ചലിക്കുന്ന, ജീവിക്കാൻ കൊതിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ ജീവിക്കുവാനുള്ള ആഗ്രഹം, ആ ഒരു ആഗ്രഹത്തിന്റെ കാഠിന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അവനവന്റെ ജീവനോട് എത്രത്തോളം സ്നേഹം കാണിക്കുന്നു എന്ന് ഓർത്താൽ മാത്രം മതി എന്നുള്ളതാണ് ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അബ്ദുറഹീമിന്റെ മോചനം അത് എളുപ്പമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്ന് ബോബി ചെമ്മണ്ണൂരല്ലേ, അങ്ങനെ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയണ്ട എന്നുള്ള ഉദ്ദേശത്തിലാണ് ബോച്ചെ എന്ന് പറയുന്നത്. അപ്പോ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ
ഉള്ള ചില നന്മകൾ, അദ്ദേഹം ചെയ്യുന്ന പല പ്രവൃത്തികളിലും നമുക്ക് ഒരു തമാശയും കോമാളിത്തരവും കോപ്രാട്ടിത്തരവും പോലെയൊക്കെ തോന്നുമെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിൽ നന്മകളുണ്ട്. ഒരു നന്മയുള്ള ഹൃദയത്തിന് മനസ്സിനുടമയാണ് ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഈ ബിസിനസ്സുകാരൻ എന്ന് അറിഞ്ഞ ആ സാഹചര്യത്തിൽ അദ്ദേഹത്തെ കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു.